കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുത ആഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിനായി KSTA സമാഹരിച്ച 11,10,225 രൂപ ധനമന്ത്രി KN ബാലഗോപാൽ കൈമാറി. സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് ശക്തമാക്കിയതായി മന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെത്തുന്ന കുട്ടികൾ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ മാത്രമല്ല, മക്കളെപ്പോലെയാണ്. ഈ സന്ദേശം ഉയർത്തിയായിരുന്നു KSTA മിഥുന്റെ കുടുംബത്തെ ചേർത്തുപിടിച്ചത്. കൊല്ലം ജില്ലയിൽ നിന്ന് മാത്രം 10 ലക്ഷം രൂപ സ്വരൂപിച്ചു. ബാക്കി തുക കേരളത്തിലെ മറ്റു ജില്ലകളിലെ അധ്യാപകരും ഫണ്ട് നൽകി. ഇനി ഒരു കുട്ടിക്ക് മിഥുന്റെ അവസ്ഥ വരാതിരിക്കാൻ നടപടി സ്വീകരിച്ചതായി മിഥുൻ കുടുംബസഹായ ഫണ്ട് കൈമാറിക്കൊണ്ട് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഇത്തരമൊരു സംഭവം മേലാൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പൊതുവെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടായി. എല്ലാ സ്കൂളിലും സുരക്ഷാ ഓഡിറ്റ് വേണം. പരമാവധി അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പ്രത്യേകം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ DG ഇത് സംബന്ധിച്ച് പ്രത്യേക ഒരു സർക്കുലർ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. ഞാനും MLA എന്ന നിലയിൽ എൻ്റെ മണ്ഡലത്തിലെ തന്നെ എല്ലാ സ്കൂളുകളിലെയും അധ്യാപകരെയും പ്രധാന അധ്യാപകരെയും PTA ഭാരവാഹികളെല്ലാം വിളിച്ച് കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. എല്ലാ സ്കൂളിലും ഒരു സുരക്ഷാ ഓഡിറ്റ് പ്രവർത്തനം വേണം. ജില്ലയിൽ അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും അക്കാര്യം നടക്കുകയാണ്. സഹകരണ ബാങ്കിൽ കുടുംബാംഗങ്ങളുടെ പേരിൽ തുക നിക്ഷേപിച്ചതിന്റെ രേഖകൾ മിഥുന്റെ അച്ഛൻ M മനോജും അമ്മ സുജയും ഏറ്റുവാങ്ങി. വൈദ്യുതി വകുപ്പ് പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും സ്കൂൾ മാനേജ്മെന്റ് പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപയും കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. KSTA സംസ്ഥാന പ്രസിഡന്റ് D സുഭാഷ്, ജനറൽ സെക്രട്ടറി TK ഷാഫി, AK ബീന, S സബിത, B സജീവ്, KN മധുകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.